അധ്യായം 4 തകരുന്ന കവചം. ഭദ്രന്റെ മുറിയിൽ പുകയുന്ന സുഗന്ധദ്രവ്യങ്ങൾ അന്തരീക്ഷത്തെ മത്തുപിടിപ്പിച്ചു. ഭദ്രന്റെ ശ്വാസം വേഗത്തിലായി. വർഷങ്ങളായി താൻ കാത്തുസൂക്ഷിച്ച ബ്രഹ്മചര്യത്തിന്റെ ശക്തി ഒരു വശത്ത്, മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ ലാവണ്യം മറുവശത്ത്. ഭദ്രന്റെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുകയായിരുന്നു. നീ വെറുമൊരു പെണ്ണല്ല, എന്നെ തകർക്കാൻ വന്ന ചതിയാണോ നീ? അവളുടെ താടിയിൽ പിടിച്ചുയർത്തി ഗർജിച്ചു. നിങ്ങളെപ്പോലൊരാളെ ചതിക്കാൻ എനിക്ക് കഴിയില്ല ഭദ്ര. രേഖയുടെ സ്വരത്തിൽ വശീകരണത്തിന്റെ തേൻതുള്ളികൾ ഉണ്ടായിരുന്നു. അവൾ മനപൂർവ്വം അവന്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി നോക്കി. ഭദ്രന്റെ നിയന്ത്രണം വിട്ടു. അവൻ വന്യമായ ഒരു ആവേശത്തോടെ രേഖയെ ആക്രമിച്ചു. ആ പിടിവലിക്കിടയിൽ അവളുടെ കുർത്തയുടെ ഒരു ഭാഗം കീറിപ്പോയി. ചിതറിവീണ മുടിയിഴകൾക്കും കീറിയ വസ്ത്രത്തിനുമിടയിലൂടെ വെളിപ്പെട്ട രേഖയുടെ വശ്യതയിൽ ഭദ്രൻ പാടെ സ്തംഭിച്ചുപോയി. അവളുടെ ശരീരത്തിന്റെ കാന്തിയിൽ അവന്റെ മന്ത്രശക്തിയുടെ കാവൽ നിന്നിരുന്ന ആ പഴയ വിവേകം മഞ്ഞുപോലെ ഉരുകി. പെട്ടെന്ന് രേഖയുടെ കീറിയ വസ്ത്രത്തിനുള്ളിൽ നിന്നും ഒരു ചെറിയ ഫോട്ടോ നിലത്തു വീണു. ഭദ്രൻ അത് കയ്യിലെടുത്തു. ഹോമകുണ്ടത്തിലെ ചുവന്ന വെളിച്ചത്തിൽ ആ മുഖം തെളിഞ്ഞു വന്നു. മാലതി, താൻ തടവിലാക്കിയ, നാളെ ബലി കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആ പെൺകുട്ടി. ഇവൾ നിന്റെ ആരാണ്? ഭദ്രന്റെ ശബ്ദത്തിൽ പകയും സംശയവും ഇരച്ചുകയറി. പക്ഷേ ഭദ്രന്റെ നോട്ടം വീണ്ടും രേഖയുടെ മേൽ പതിഞ്ഞു. അവളുടെ സൗന്ദര്യം അവന്റെ ഉള്ളിലെ പകയേക്കാൾ ശക്തമായി പടർന്നു. ആരുമായാലും എനിക്ക് ലഹരിയാണ് നീ. അവൻ മാലതിയുടെ ഫോട്ടോ ചവിട്ടി മെതിച്ചുകൊണ്ട് അവളിലേക്ക് ആഞ്ഞു. അവൻ തന്റെ ബ്രഹ്മചര്യം വെടിഞ്ഞ് രേഖയെ തന്നിലേക്ക് വലിച്ചെടുത്തു. ആ അശുദ്ധമായ നിമിഷം ആ തറവാട് മൊത്തം ഒന്നുകുലുങ്ങി. ഭദ്രന്റെ ശരീരത്തിൽ നിന്നും ഒരു കറുത്ത പുക പുറത്തേക്ക് ഒഴുകുന്നത് രേഖ കണ്ടു. അവന്റെ കണ്ണുകളിലെ ആ ദിവ്യപ്രഭ മായുകയും പകരം ഒരു കിളവന്റെ കണ്ണുകളിലെ വിളർച്ച പടരുകയും ചെയ്തു. ബ്രഹ്മചര്യം ലംഘിക്കപ്പെട്ടതോടെ നൂറ്റാണ്ടുകളായി അവൻ സമ്പാദിച്ച മന്ത്രശക്തികൾ അവനെ വിട്ടുപോയി. ഇല്ല, എന്റെ ശക്തി, എനിക്ക് എന്ത് സംഭവിക്കുന്നു? ഭദ്രൻ വിറയലോടെ താഴെ വീണു. അവന്റെ കൈകളിലെ ചർമ്മം ചുളിയാൻ തുടങ്ങി. യൗവനം നിലനിർത്തിയിരുന്ന ആ മാന്ത്രിക കവചം തകർന്നതോടെ അവൻ ഒരു സാധാരണ മനുഷ്യനായി മാറി. പെട്ടെന്ന് മുറിയുടെ കോണിലെ നിഴൽ പടർന്നു. ചങ്ങലകൾ പൊട്ടുന്ന ശബ്ദം. ഇതുവരെ ഭദ്രന്റെ കാൽക്കൽ കിടന്നിരുന്ന ആ ഭൂതം ഇപ്പോൾ പൂർണ്ണരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഭദ്രനെ നിയന്ത്രിച്ചിരുന്ന മന്ത്രങ്ങൾ അവന്റെ ബ്രഹ്മചര്യത്തോടൊപ്പം ഇല്ലാതായിരുന്നു. ഭദ്ര, ഇനി ഞാൻ നിന്റെ അടിമയല്ല. ഭൂതത്തിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ആ മുറിയിൽ മുഴങ്ങി. ഭദ്രൻ പേടിച്ചു കരഞ്ഞുകൊണ്ട് രേഖയുടെ കാലിൽ പിടിച്ചു. എന്നെ രക്ഷിക്കൂ, എന്നെ കൊല്ലാൻ അവനെ അനുവദിക്കരുത്. രേഖ തന്റെ കീറിയ വസ്ത്രം നേരെയാക്കി എഴുന്നേറ്റു. നിലത്തു കിടന്ന ചേച്ചിയുടെ ഫോട്ടോ അവൾ ഭദ്രന്റെ മുഖത്തെറിയും പോലെ എടുത്തുമാറ്റി. അവളുടെ കണ്ണുകളിൽ ദയ ഉണ്ടായിരുന്നില്ല. എന്റെ ചേച്ചിയെ നീ രക്ഷിച്ചോ? അത്രയും പെണ്ണുങ്ങളെ നീ കൊന്നപ്പോൾ നീ കരുണ കാണിച്ചോ? അനുഭവിച്ചോ നീ? ഭൂതം ഭദ്രന്റെ കഴുത്തിന് പിടിച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. രേഖ അവിടെ നിൽക്കാതെ പൂജാമുറി ലക്ഷ്യമാക്കി ഓയിട്ടി. തന്റെ ചേച്ചിയെ മോചിപ്പിക്കാനുള്ള സമയം ഇതാണ്.